നമസ്കാരം. കുറച്ച് കാലത്തിന് ശേഷമാണ് റെസ്യൂമെ അഡ്വൈസ് വീഡിയോ സീരീസ് റീസ്റ്റാർട്ട് ചെയ്യുന്നത്. ഇടയ്ക്ക് പലരും നമുക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിരുന്നു, പക്ഷേ ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടായില്ല. സോ നിങ്ങൾക്ക് ഇതിനു മുമ്പ് മെസ്സേജ് അയച്ചിട്ട് റെസ്യൂമെ അഡ്വൈസ് വീഡിയോ ചെയ്ത് കിട്ടാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ ഫയൽ ഒന്നുകൂടി ഷെയർ ചെയ്യുക. ഞാൻ പലർക്കും ഓൾറെഡി റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് കാലത്തിന് ശേഷം റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ട് വാട്സാപ്പിൽ തന്ന ഫയലൊക്കെ മിസ്സിംഗ് ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ റെസ്യൂമെ വീണ്ടും ഷെയർ ചെയ്യാം. അപ്പം ഒരുപാട് സമയം കളയുന്നില്ല. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഒരു ലോജിസ്റ്റിക്സ് പ്രൊഫഷണലിൻ്റെ റെസ്യൂമെയാണ്. സോ ആസ് യൂഷ്വൽ പേരും കോൺടാക്ട് ഡീറ്റെയിൽസും തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാസ്ക് ചെയ്തുകൊണ്ട് ആ പേരുകളൊന്നും പറയാതെയാണ് സംസാരിക്കുന്നത്, പ്രൈവസി കൺസേൺസ് കാരണം. സോ റെസ്യൂമെയുടെ ഒരു യൂഷ്വൽ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്ലെയിൻ ടെക്സ്റ്റ് റെസ്യൂമെയാണ്. ട്രഡീഷണൽ റെസ്യൂമെ എന്ന് പറയാൻ സാധിക്കില്ല കംപ്ലീറ്റ്ലി, കാരണം പേജിനെ ലെഫ്റ്റും റൈറ്റും കീറി മുറിച്ചിട്ടാണ് കണ്ടന്റ് വെച്ചിട്ടുള്ളത്. യൂഷ്വലി ട്രഡീഷണൽ റെസ്യൂമെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ സ്ട്രെയിറ്റ് ആയിട്ട് കണ്ടന്റ് വെച്ചിട്ടാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാറ്. അതാണ് ഒരു ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഫോർമാറ്റ്, നമ്മളെപ്പോഴും ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റായിട്ട് പറയുക. സോ എനിവേ ഇതിലെ കണ്ടന്റിലേക്ക് വരാം. പേരാദ്യം മുകളിൽ കൊടുത്തിട്ടുണ്ട്, ഫൈൻ. തൊട്ട് താഴെ ലോജിസ്റ്റിക്സ് ആൻഡ് SCM എന്ന് കൊടുത്തിട്ടുണ്ട്. ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്നായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അങ്ങനെയാണെങ്കിൽ ഐ വുഡ് സജസ്റ്റ് അത് ഒന്നുകിൽ അങ്ങനെ എക്സ്പാൻഡഡ് വേർഷനായിട്ട് കൊടുക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് പ്രൊഫഷണൽ എന്ന രീതിയിൽ കൊടുക്കാം. പക്ഷേ രണ്ടും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ എക്സ്പാൻഡഡ് വേർഷനിൽ കൊടുക്കുന്നത് നന്നായിരിക്കും. എനിവേ യു ഹാവ് ഇൻ എ സ്പേസ് ദെയർ. താഴെ ആദ്യം കോൺടാക്ട് നമ്പർ ഉണ്ട്. ഓക്കെ, സോ ഓൾറെഡി ഇന്ത്യക്ക് പുറത്താണ്, സോ UAE-യിലാണ്. സോ ഐ വുഡ് സജസ്റ്റ് കുറച്ചുകൂടി ട്രഡീഷണൽ റെസ്യൂമെ ആണ് നന്നാവുക. ഈ ഒരു ടെംപ്ലേറ്റിനെക്കാട്ടിലും നല്ലത് അങ്ങനെ ഒരു ട്രഡീഷണൽ റെസ്യൂമെയാണ്. മൈക്രോസോഫ്റ്റ് വേർഡിൽ ചെയ്യുന്നതാണ് നന്നാവുക, കാരണം വി ഹാവ് എ ലോട്ട് ഓഫ് കസ്റ്റമേഴ്സ് ഫ്രം UAE. നമുക്ക് മിഡിൽ ഈസ്റ്റ് കൺട്രീസിലൊക്കെ ഒരുപാട് റെസ്യൂമെ പ്രിപ്പറേഷൻ ക്ലയൻസ് ഉണ്ട്. നമ്മളൊക്കെ കൊടുക്കുന്നതെല്ലാം ട്രഡീഷണൽ റെസ്യൂമെ ആയിട്ടാണ്, അതാണ് കൂടുതലോടെ വർക്ക് ചെയ്യുന്നത്. ആൻഡ് യൂഷ്വലി മിഡിൽ ഈസ്റ്റിൽ ക്ലയൻസിൽ ഫോട്ടോ ചോദിക്കാറുണ്ട് പൊതുവേ. ആൻഡ് അഡീഷണൽ ആയിട്ടൊരു കാര്യം, ലിങ്ക്ഡിൻ UAE-യിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോമൺ ആയിട്ട് ചോദിക്കുന്നവയാണ്. പക്ഷേ ഒരു എൻട്രി ലെവൽ പ്രൊഫഷണലിന് അത് വലിയൊരു നിർബന്ധമായിട്ടൊരു സംഗതി ആവണമെന്നില്ല. സോ എനിവേ മൊബൈൽ നമ്പർ ഉണ്ട്, ദെൻ മെയിൽ ID ഉണ്ട്, കറന്റ് ലൊക്കേഷൻ അബുദാബി UAE കൊടുത്തിട്ടുണ്ട്, ലിങ്ക്ഡിൻ പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്. ലിങ്ക്ഡിൻ ഓപ്പൺ ആയപ്പോൾ കാണുന്നതിന് വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. സോ ഐ വുഡ് സജസ്റ്റ് ഒന്നെങ്കിൽ പ്രൊഫൈൽ വൃത്തിയാക്കുക, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ലിങ്ക് റിമൂവ് ചെയ്ത് കളയുക. എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ഉണ്ട്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒരു ടേം പൊതുവേ യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. ബാച്ചിലർ ഓഫ് കോമേഴ്സ്, BCom. ഓക്കെ, യൂണിവേഴ്സിറ്റിയുടെ U ക്യാപിറ്റൽ ആക്കുക. ഹയർ കോഴ്സിൻ്റെ പീരീഡ് മാസം വർഷം കംപ്ലീറ്റ് ചെയ്ത മാസം വർഷം നിർബന്ധമായിട്ട് കൊടുക്കുക. ദെൻ ഹയർ സെക്കൻഡറി എന്നുണ്ട്. ഹയർ സെക്കൻഡറിയുടെ സ്പെഷ്യലൈസേഷൻ ഇല്ല. നിങ്ങൾ +2 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് ആവാം, സയൻസ് ആവാം. സയൻസിൽ തന്നെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്, കോമേഴ്സ് ആവാം. ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. ഹയർ സെക്കൻഡറി മലബാർ ക്രിസ്ത്യൻ കോളേജ്. +2 നിങ്ങൾ കോളേജിലാണോ പഠിച്ചത്? അതൊരു റോങ് ഇൻഫർമേഷൻ ആണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്, അത് കറക്റ്റ് ചെയ്യുക. ദെൻ താഴെ സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ, ടീം വർക്ക്, ക്രിട്ടിക്കൽ തിങ്കിങ്, ടൈം മാനേജ്മെന്റ്, ലീഡർഷിപ്പ്, അഡാപ്റ്റബിലിറ്റി. ഞാനിപ്പോൾ ഒരു 12 വർഷം ഒരു റിക്രൂട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്. കോമൺ ആയിട്ട് നമ്മൾ ഗൂഗിളിൽ നിന്ന് എടുക്കുന്ന കുറച്ച് സെറ്റ് ഓഫ് സ്കിൽസ് ഉണ്ട്, ആൾക്കാർ എടുക്കുന്നതുണ്ട്. അതിൽ വരുന്നതാണ് കമ്മ്യൂണിക്കേഷൻ, ടീം വർക്ക്, ടൈം മാനേജ്മെന്റ്, ലീഡർഷിപ്പ് തുടങ്ങിയവയൊക്കെ. റെസ്യൂമെ സ്കിൽസ് എടുക്കുമ്പോൾ നിങ്ങളുടെ സ്കിൽസ് ആണോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങളുടെ സ്കിൽസ് ആണെങ്കിൽ മാത്രം ഇത് എഴുതുക. നിങ്ങൾക്ക് ഇതിനകത്തുള്ള ഏതൊക്കെ സ്കിൽസ് ഉണ്ടെന്ന് എൻഷുർ ചെയ്തിട്ട് അത് എഴുതുക. കാരണം നമുക്ക് ആ സ്കിൽസ് ഉണ്ടെന്നുള്ളത് നമ്മൾ അവരെ കൺവിൻസ് ചെയ്യേണ്ടി വരും. സോ ബി അവെയർ അബൌട്ട് ദാറ്റ്. ആൻഡ് പ്രൊഫഷണൽ സ്കിൽസ്, ഇപ്പോൾ ജോബുമായിട്ട് ബന്ധപ്പെട്ട സ്കിൽസ് എന്തൊക്കെയാണെന്നുള്ള ഒന്നും ഇവിടെ ഇല്ല, അതും കൂടി കണക്ട് ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കുക. പാസ്പോർട്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഹെഡ് ഉണ്ട്. സോ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാം, നിങ്ങൾക്ക് ഏതൊക്കെ ലാംഗ്വേജസ് അറിയാമെന്ന് കൊടുക്കാം. അതിൻ്റെ അണ്ടറിൽ നിങ്ങൾക്ക് പാസ്പോർട്ട് ഡീറ്റെയിൽസ്, പാസ്പോർട്ട് നമ്പറും എക്സ്പയറി ബ്രാക്കറ്റിൽ കൊടുത്താലും മതിയാവും. നാഷണാലിറ്റി, ഇന്ത്യക്ക് പുറത്തായതുകൊണ്ട് നാഷണാലിറ്റി കൊടുക്കാം. ഓക്കെ, ആൻഡ് അത് പറഞ്ഞപ്പോഴാണ് എഡ്യൂക്കേഷനിൽ നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങളുടെ കോളേജ്, അപ്പം ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കുമ്പം കേരള, ഇന്ത്യ എന്ന് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഇപ്പോഴത്തെ സൈഡിലേക്ക് വരുമ്പോൾ സമ്മറി ഉണ്ട്. സമ്മറിയിൽ ടു ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി വെർ ഐ ക്യാൻ മേക്ക് ദ ബെസ്റ്റ് ഓഫ് മൈ പൊട്ടൻഷ്യൽ ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ദ ഓർഗനൈസേഷൻസ് ഗ്രോത്ത്, സീക്കിംഗ് എ പൊസിഷൻ ഇൻ എ കമ്പനി വെർ ഐ ക്യാൻ ലോഞ്ച് മൈ കരിയർ. കംപ്ലീറ്റ്ലി യൂസ്ലെസ് ആയിട്ടുള്ള കണ്ടന്റ് ആണിത്. എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടണം, കമ്പനിയിൽ വർക്ക് ചെയ്യണം, കമ്പനി ഗ്രോ ചെയ്യണം, എനിക്ക് ഗ്രോ ചെയ്യണം, അത്രയേ ഉള്ളൂ. ഇത് കംപ്ലീറ്റ്ലി യൂസ്ലെസ് ആണ്, ഇതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്യൂമയുടെ സമ്മറിയാണ്. നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ ഒരു പ്രൊഫൈലിൻ്റെ ഒരു ബ്രീഫ് എന്താണ് എന്നുള്ളതാണ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. എന്ത് ക്വാളിഫൈഡ് ആണ്, എന്തൊക്കെ മേജർ സ്കിൽസ് ഉണ്ട്, എന്ത് എക്സ്പെർട്ടൈസ് ഉള്ള ഒരാളാണ് എന്നൊക്കെയാണ് അവിടെ വരേണ്ടത്. സോ ഇത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് പ്രോപ്പറായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എക്സ്പീരിയൻസിലേക്ക് വരുമ്പോൾ ഇന്റേൺഷിപ്പ് ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. സോ
ഗ്രൂപ്പ് അവിടെ ആവശ്യമില്ലാണ്ട് ഫുൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് സ്ഥാപനത്തിൻ്റെ പേരിൽ, അത് റിമൂവ് ചെയ്യുക. എക്സാക്ട് ഡേറ്റ് 21/8/2023 മുതൽ 21/11, അപ്പം അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. മന്ത് ആൻഡ് ഇയർ, അതായത് ഓഗസ്റ്റ് 2023 മുതൽ നവംബർ 2023 വരെ എന്ന് കൃത്യമായിട്ട് കൊടുത്താൽ മതിയാവും. ഇവിടെ സിംഗിൾ വേർഡ്സിലാണ് റെസ്പോൺസിബിലിറ്റീസ്, വെയർഹൗസ് ഡോക്യുമെന്റേഷൻ, ഇൻവെന്ററി മാനേജ്മെന്റ് എന്നൊക്കെ എഴുതിയിട്ടുള്ളത്. അത് അതിനേക്കാട്ടിൽ കുറച്ചും കൂടി ഒരു സെന്റൻസ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുവാണെങ്കിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ ഒരു പ്രശ്നം വരുന്നത് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് എന്നാണ്, അതൊരു മേജർ ഹെഡിങ് ആയിട്ട് വെച്ചിട്ട് ഇന്റേൺഷിപ്പ് എന്നുള്ളത് ഒരു സബ് ഹെഡിങ് പോലെയാണ്. അതേപോലത്തെ ഒരു സബ് ഹെഡിങ് പോലെയാണ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിട്ടും പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ടൊക്കെ കൊടുത്തിട്ടുള്ളത്. സോ അവിടെ ഒരു യൂണിഫോമിറ്റി ഇഷ്യൂ വന്നിട്ടുണ്ട്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, അത് ബോൾഡായിട്ട് കൊടുക്കുക. ഒരു സൈഡിൽ എഡ്യൂക്കേഷൻ ബികോം എന്ന് കിടക്കുന്നു, ഇപ്പുറത്ത് വരുമ്പോൾ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഇത് കിടക്കുന്നു. സോ ഇത് ഈ ഒരു ഓർഡർ, അപ്പുറം ഇപ്പുറം കിടക്കുന്ന ഒരു ഓർഡർ നമുക്ക് റെസ്യൂമിൽ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. കാരണം നിങ്ങളൊരു ലോജിസ്റ്റിക്സ് പ്രൊഫഷണലാണ്, അപ്പോൾ ഇത്രയും ഭാഗം വരുമ്പോൾ നിങ്ങൾ ബികോം മാത്രം വെച്ചിട്ടാണ് ഇത് ചെയ്തതെന്നുള്ളതാണ് മൈൻഡിൽ വരുന്നത്. ആൻഡ് ഇന്റേൺഷിപ്പ് ആണെങ്കിൽ അതിന് മുമ്പ് ക്വാളിഫിക്കേഷൻ കൊടുക്കുക. എക്സ്പീരിയൻസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഏറ്റവും ടോപ്പിൽ കൊണ്ടുവരാം. സോ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ, ഓക്കെ, PG ഡിപ്ലോമ സപ്ലൈ ചെയിൻ മാനേജ്മെന്റിലുണ്ട്. ആവശ്യമില്ലാണ്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊടുക്കണ്ട, അത് ബോൾഡ് ആക്കാൻ ശ്രമിക്കുക. സ്ഥാപനത്തിന്റെ പേര് കൃത്യമായിട്ട് കൊടുക്കുക. ദെൻ അതിന് ശേഷം ബ്രാക്കറ്റിൽ വേണമെങ്കിൽ സർട്ടിഫൈഡ് ബൈ എന്താണ് എന്നുള്ളത് കൊടുക്കാം. കേരള എന്നുള്ളത് ലിമിറ്റ് ചെയ്യാണ്ട് ഇന്ത്യ എന്നൂടെ കൊടുക്കുക. കോമ ഇടുമ്പോഴും ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോഴും എപ്പോഴും അത് കഴിഞ്ഞൊരു സ്പേസ് ഉണ്ടാവാൻ ശ്രദ്ധിക്കുക. അതിന് മുമ്പ് ആവശ്യമില്ലാണ്ട് സ്പേസ് കൊടുക്കണ്ട. സർട്ടിഫൈഡ് ബൈ ഏതൊക്കെയാണെന്നുള്ളത് കഴിഞ്ഞിട്ട് ആവശ്യമില്ലാണ്ട് 1-2 സ്പേസ് കിടപ്പുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാം. കോ കരിക്കുലർ ആക്ടിവിറ്റീസിന്റെ ഹെഡിൽ ഇൻഡസ്ട്രിയൽ വിസിറ്റ്സ് എവിടെയൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. സോ അത് അത്ര വലിയ ഇമ്പാക്റ്റ് ഉള്ള കാര്യമൊന്നുമല്ല, കൊടുക്കണമെങ്കിൽ കൊടുക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അത് കൊടുക്കുന്ന സമയത്ത് മന്ത് ആൻഡ് ഇയർ കൂടി മെൻഷൻ ചെയ്യുക. ആൻഡ് കൊച്ചി, അങ്കമാലി, അങ്കമാലി എന്നൊക്കെ പറഞ്ഞ് ബേപ്പൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന മലയാളികളും ഇന്ത്യക്കാരും അല്ലാത്തവർക്ക് ആർക്കും മനസ്സിലാവില്ല. സോ കേരള, ഇന്ത്യ എന്നുകൂടി ആഡ് ചെയ്യപ്പോഴും ലാംഗ്വേജ് അല്ല ലാംഗ്വേജസ് എന്നുള്ളത് എൻഷുർ ചെയ്യുക. അത് പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്താലും മതിയാവും. ടെക്നിക്കൽ സ്കിൽസ് വേർഡ്, എക്സൽ, പവർ പോയിന്റ് ആണ്. ഇപ്പോഴും നിങ്ങളുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട സ്കിൽസ് ഒന്നും വന്നിട്ടില്ല എന്നുള്ളതൊരു വീക്ക്നെസ് ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ റെസ്യൂമിൽ നിന്നും എനിക്ക് മെൻഷൻ ചെയ്യാനായിട്ടുള്ളത്. സോ ഐ വുഡ് സജസ്റ്റ് ഒരു പ്രൊഫഷണൽ റെസ്യൂമെ കൃത്യമായിട്ട് തയ്യാറാക്കേണ്ടതുണ്ട്. സോ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ഒരു മൈക്രോസോഫ്റ്റ് വേർഡിൽ ഒരു ടെംപ്ലേറ്റ് റെസ്യൂമെ ഇതിൽ നിന്ന് മാറ്റി ഒരു പ്രൊഫഷണൽ റെസ്യൂമെ ആക്കി മാറ്റാൻ ശ്രമിക്കുക. സോ ഇനി ഇതുപോലെ ആർക്കെങ്കിലും റെസ്യൂമെ അഡ്വൈസ് വീഡിയോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ റെസ്യൂമെ അയച്ചിട്ട് റെസ്യൂമെ അഡ്വൈസ് വീഡിയോ ഒന്ന് മെൻഷൻ ചെയ്യാം. വിൽ ഹെൽപ്പ് യു വിത്ത് ദാറ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.